ഇപ്പോൾ ചില ആൾക്കാർക്ക് ഒരു ഫോൺ എടുക്കുമ്പം റിയൽമിയുടെ തന്നെ ഒരു ഫോൺ വേണം എന്നൊക്കെ ഉണ്ടായിരിക്കും. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെന്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള മികച്ച ചില ഫോണുകളെ കുറിച്ചിട്ടാണ്. പിന്നെ ഇതേ ടോപ്പിക്കിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പം ഇതേ ടോപ്പിക്കിൽ നമ്മൾ വീണ്ടും വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും വേറെ വീഡിയോയുടെ ലിങ്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണുന്നതായിരിക്കും നല്ലത്. കാരണം അതായിരിക്കും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾ ടെക് വാർത്തകൾ ഫോളോ ചെയ്യാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനലിലോ അല്ലാന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനലിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെയും അതുപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെയൊക്കെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അവിടെ റെഗുലർ ആയിട്ടുള്ള ടെക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. അപ്പം ആദ്യം നിങ്ങളുടെ ബഡ്ജറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ 6500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C30s എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ ഇതിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബേസിക് ആയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ പ്രോസസ്സറൊക്കെയാണ് വരുന്നത്. 6.5 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചാണ് വരുന്നത്. യൂണി SoC SC9863A1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 8 മെഗാ പിക്സൽ ബാക്ക് ക്യാമറയും 5 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊന്നും വരുന്നില്ല. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 8000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C51 അല്ലാന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ N53 എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. പിന്നെ 6.74 ഇഞ്ചിന്റെ HD+ ഡിസ്പ്ലേ വരുന്നുള്ളൂ. വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലെ നോച്ചേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ഇതിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യൂണി SoC T612 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ 9000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C55 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി നാർസോ N55 എന്നുള്ള സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. പിന്നെ റിയൽമി C51 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിലോട്ട് വരുമ്പോൾ നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല പഞ്ചോൾ ഡിസൈനും കിട്ടുന്നുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് തന്നെയാണ് വരുന്നത്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള മീഡിയാടെക്കിന്റെ ഹീലിയോ G88 എന്ന പ്രോസസ്സറും കൊടുത്തിട്ടുണ്ട്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. C55 എന്നുള്ള സ്മാർട്ട് ഫോൺ 9000 രൂപ പ്രൈസ് റേഞ്ചിലും നാർസോ N55 എന്നുള്ള സ്മാർട്ട് ഫോൺ 10,000 രൂപ പ്രൈസ് റേഞ്ചിലുമാണ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതിൽ ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ 9500 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി നാർസോ 50 എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇത് കുറച്ച് പഴയ ഫോൺ ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 6.6 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈനും വരുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ മീഡിയാടെക്കിന്റെ ഹീലിയോ G96 എന്നുള്ള പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് വളരെ നല്ലൊരു പ്രോസസ്സറാണ്. പിന്നെ 50 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററി വരുന്നുണ്ട്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ റിയൽമിയുടെ AMOLED ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണം എന്നുണ്ടെങ്കിൽ 11400 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി 10 എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.4 ഇഞ്ചിന്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 90 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. പിന്നെ മീഡിയാടെക്കിന്റെ ഹീലിയോ G99 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് ഈ ഫോണിൽ വരുന്നത്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് 5G ഫോണുകൾ വേണം എന്നുണ്ടെങ്കിൽ റിയൽമിയുടെ ഭാഗത്ത് നിന്ന് 11300 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ 5G ഫോണുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. 11300 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി C67 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. പിന്നെ ഇതേ ഫീച്ചേഴ്സുമായിട്ട് റിയൽമി നാർസോ 60X 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ ഫോണുകളിൽ 6.72 ഇഞ്ചിന്റെ ഫുൾ HD+ LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മീഡിയാടെക് Dimensity 6100+ എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. 9 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 8 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. റിയൽമി C67 5G എന്ന സ്മാർട്ട് ഫോൺ 11300 രൂപ പ്രൈസ് റേഞ്ചിലും നാർസോ 60X എന്ന സ്മാർട്ട് ഫോൺ 11500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്.
പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് റിയൽമി 11X എന്നുള്ള സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. അതിൽ 64 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസറാണ് വരുന്നത്. ബാക്കി ഫീച്ചേഴ്സൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. ആ ഒരു സ്മാർട്ട് ഫോൺ 13,700 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ 15,000 രൂപ പ്രൈസ് റേഞ്ചിലോട്ടൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ച് മുതൽ നിങ്ങൾക്ക് 5G ഫോണുകളുടെ കൂടെ AMOLED ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറും കൂടി ലഭിക്കുന്നുണ്ട്. 15,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ റിയൽമി നാർസോ 60 എന്നുള്ള സ്മാർട്ട് ഫോൺ അവൈലബിൾ ആണ്. സെയിം ഫീച്ചേഴ്സുമായിട്ട് റിയൽമി 11 5G എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ നമുക്ക് ലഭിക്കുന്നുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 6020 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള 5G പ്രോസസ്സറാണ്. 9 5G ബാൻഡ്സ് ഇതിൽ വരുന്നുണ്ട്. 64+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5000 mAh ബാറ്ററി 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ റിയൽമി നാർസോ 60 എന്ന സ്മാർട്ട് ഫോൺ 15,000 രൂപ പ്രൈസ് റേഞ്ചിലും റിയൽമി 11 5G എന്ന സ്മാർട്ട് ഫോൺ 16,000 രൂപ പ്രൈസ് റേഞ്ചിലും അവൈലബിൾ ആണ്. ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി ബഡ്ജറ്റ് കുറച്ചും കൂടി കൂട്ടാം എന്നുണ്ടെങ്കിൽ റിയൽമി 11 Pro അല്ല എന്നുണ്ടെങ്കിൽ റിയൽമി നാർസോ 60 Pro എന്നീ ഫോണുകൾ കൺസിഡർ ചെയ്യാവുന്നതാണ്. 22,500 24,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോണുകൾ വരുന്നത്. രണ്ടും സെയിം ആയിട്ടുള്ള ഫോണുകൾ തന്നെയാണ്. ഈ രണ്ട് ഫോണുകളിലും 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കാര്യം കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് ഈ ഫോണിലുകൊണ്ട് കൊടുത്തിരിക്കുന്നത്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. MediaTek Dimensity 7050 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 100+2 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും വരുന്നുണ്ട്. ഇതിൽ റിയൽമി നാർസോ 60 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ ഇപ്പം 22,500 രൂപ പ്രൈസ് റേഞ്ചിൽ അവൈലബിൾ ആണ്. 11 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ 24,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഏതിനാണ് വില കുറവ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു ഫോൺ സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ ഏകദേശം ഇതിനടുത്ത് വരുന്ന ഫീച്ചേഴ്സുമായിട്ട് റിയൽമി 11 Pro Plus എന്ന സ്മാർട്ട് ഫോണും വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പം ഇതിനേക്കാൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 200+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ചാർജിങ് സ്പീഡും ക്യാമറയും വേണം എന്നുണ്ടെങ്കിൽ ഈ ഫോൺ നോക്കാവുന്നതാണ്. പക്ഷേ ഈ ഫോണിൻ്റെ വില 27,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിയൽമിയുടെ നമ്പർ സീരീസിൽ വരുന്ന ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. കർവ്ഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറേ കൊടുത്തിട്ടുള്ളൂ. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+32+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 60 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 24,400 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ 29,400 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്നുണ്ട്. അതിലോട്ട് വരുമ്പം കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 7S Gen 2 എന്ന പ്രോസസ്സർ വരുന്നുണ്ട്. അതുപോലെ തന്നെ 50+64+8 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിൽ പെരിസ്കോപ്പ് ലെൻസ് വരുന്നുണ്ട്. പിന്നെ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ബാക്കി ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ക്യാമറ സെറ്റപ്പും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സറും വേണമെന്നുണ്ടെങ്കിൽ റിയൽമി 12 Pro Plus എന്ന സ്മാർട്ട് ഫോൺ നോക്കാവുന്നതാണ്. ഈ ഒരു സ്മാർട്ട് ഫോൺ 29,400 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. പിന്നെ പഴയ ഫോൺസൊക്കെ ഓക്കെയാണ് എന്നുണ്ടെങ്കിൽ 24,000 രൂപ പ്രൈസ് റേഞ്ചിൽ റിയൽമി GT 5G എന്ന സ്മാർട്ട് ഫോൺ വരുന്നുണ്ട്. ഇതിൽ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സർ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെ വരുന്നുണ്ട്. 13 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 6.43 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 64+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 4500 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 24,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ വരുന്നത്. പിന്നെ 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് MediaTek Dimensity 8100 പോലുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി GT Neo 3 എന്ന സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന വെർഷൻ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം 150 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ MediaTek Dimensity 8100 എന്ന പ്രോസസ്സറാണ് കൊടുത്തിരിക്കുന്നത്. 9 5G ബാൻഡ്സ് വരുന്നുണ്ട്. 4500 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ഇതിൽ വരുന്നുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. 50+8+2 മെഗാ പിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. മെയിൻ ക്യാമറ സെൻസറിൽ OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 25,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ അവൈലബിൾ ആണ്. പിന്നെ 26,650 രൂപ പ്രൈസ് റേഞ്ചിൽ
റിയൽമി GT2 എന്ന സ്മാർട്ട് ഫോണും കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതും പഴയ ഫോൺ തന്നെയാണ്. 6.62 ഇഞ്ചിൻ്റെ ഫുൾ HD+ AMOLED ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സ്നാപ്ഡ്രാഗൺ 888 എന്ന പ്രോസസ്സറാണ് വരുന്നത്. 8 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. 50+8+ 2 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നുണ്ട്. മെയിൻ ക്യാമറ സെൻസറിൽ OS ഒക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 16 MP സെൽഫി ക്യാമറ കൊടുത്തിട്ടുണ്ട്. 5000 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 26,650 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ ഇപ്പം അവൈലബിൾ ആണ്. പിന്നെ 33,000 രൂപ പ്രൈസ് റേഞ്ചിൽ നിങ്ങൾക്ക് റിയൽമി GT2 Pro എന്നുള്ള സ്മാർട്ട് ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് 6.7 ഇഞ്ചിൻ്റെ Quad HD+ ഡിസ്പ്ലേ ലഭിക്കുന്നുണ്ട്. അപ്പോൾ Quad HD റെസൊല്യൂഷനൊക്കെ വരുന്നുണ്ട്. AMOLED ഡിസ്പ്ലേ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സൊക്കെ വരുന്നുണ്ട്. പഞ്ചോൾ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സ്നാപ്ഡ്രാഗൺ 8 Gen 1 എന്ന പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറാണ്. 13 5G ബാൻഡ്സ് വരുന്നുണ്ട്. 50+50+3 MP ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും 32 MP സെൽഫി ക്യാമറയും വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും 65 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. 33,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് റിയൽമിയുടെ ഓരോരോ പ്രൈസ് സെഗ്മെൻറ്റിൽ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ചില ഫോണുകൾ. ഇതിൽ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയിട്ടുണ്ടോ എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.